തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ ക്രൂരനല്ല ബന്ധു അത്ര ചാരുരൂപൻ നിങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക വ്യവസ്ഥാനത്തിൽ ഇങ്ങനെ മലയാളത്തിന്റെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ ഒരു സാഹിത്യ ക്യാമ്പ് നടത്തുന്നത് അതിലെന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് നമുക്കെല്ലാം പ്രിയങ്കരമായ രാമന്റെ മാഷിന്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലെയും പ്രവർത്തനങ്ങൾ നമ്മെ ഒന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഇന്നത്തെ പല ക്ലാസുകളുടെയും തുടർച്ചയിൽ ഈ നമ്മുടെ പാട്ടുപാരമ്പര്യം എന്ന ആ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹിത്യത്തെ നമ്മൾ പലതരത്തിലും മനസ്സിലാക്കി പോകുമ്പോൾ എവിടെയാണ് ഈ പാട്ടിൻ്റെ തുടക്കം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അത് സാഹിത്യ കൃതികളിൽ നിന്ന് നമ്മൾ അറിയുന്നതിനപ്പുറം പണ്ടൊക്കെ ആരൊക്കെയോ പാടിപ്പോയ ഒരുപക്ഷെ അക്ഷരം അറിയാത്ത കാലത്തും അവ പാടിപ്പോയ വൈത്താരികളുടെ മട്ടിൽ പിറവികൊണ്ട എത്രയോ വരികൾ നമ്മുടെ മനസ്സുകളെ തൊട്ട് നിൽക്കുന്നുണ്ട്. ആ പാട്ടുകളുടെ പാരമ്പര്യം വീണ്ടും നമ്മൾ സാഹിത്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഗാന പാരമ്പര്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അത് രാമായണമാണെങ്കിൽ പോലും പാട്ടാണ്. അത് ലവകുശന്മാർ പാടുകയാണ് രാമകഥ. അവിടെയൊന്നും തീരുന്നില്ലല്ലോ. പിന്നെ എത്ര തുടർച്ചകളിലൂടെയാണ് നമ്മൾ പല പാട്ടുകളിലേക്ക് വരുന്നത്. ആ പാട്ടുകളിലേക്ക് എത്തുമ്പോൾ കാനനങ്ങളിൽ അലങ്കളിറുമായി കരിയായി കാർന്നെടും കണ്ണുമ തന്നിൽ വിളയാടി നടന്നാനനം വടിവുള്ള ആനവടിവായി അവതരിത്താരിയേ എന്ന് രാമചരിതം എഴുതുമ്പോഴും നമ്മൾ പാട്ടറിയുന്നുണ്ട്. ആ പാട്ടിന്റെ സൗന്ദര്യം അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പാട്ടുകളിലേക്ക് പോയാൽ നമ്മൾ കേൾക്കുന്നത് ഈ നാടിന്റെ താളങ്ങൾ, സാധാരണക്കാരായ ആളുകൾ പാടിപ്പോയ താളങ്ങളിൽ പുഷ്കരവത്രാക്ഷൻ കൗസല്യാപുത്രൻ ജാനകിയോട് വേറായി പുഷ്കരിണി അധവം പാങ്കണ്ടെ പുഷ്പശരാപുരമാനസനായി തക്ക സുമിത്രാപുത്രനെ നോക്കി താനുര ചെയ്ത കാനനമെങ്ങും മിക്ക വസന്ത വിലാസം കൊണ്ട് വിരാജിതമായത് വീരാപാരായി പാരായ പുഷ്പിത കോമളവല്ലി വടംതൊടി വന്ന ഇങ്ങനെ പാട്ടിന്റെ തുടർച്ച കണ്ണശ കവികളുടെ പാട്ടുകളിൽ നമ്മൾ അറിയും. അവിടെ ഒന്നും തീരുന്നില്ല. നമ്മൾ ഒരുപക്ഷെ അന്വേഷിച്ചു പോയാൽ എത്ര നാടൻ താളങ്ങൾ ഈ എഴുത്തിൽ സാഹിത്യത്തിന്റെ ഇടങ്ങളിൽ കിടക്കുന്നുണ്ട്. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. പണ്ടൊക്കെ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് മലയാള സാധാരണ ക്ലാസ് തൊട്ടേനെ കൈകൾ കൊണ്ട് തോഴിമാരെ നമ്മൾ ഇവിടെ തൊട്ടുപോലും നോക്കാതെ പേടിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ പാട്ടുകളുടെ ആ സൗന്ദര്യം തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ ക്രൂരനല്ല ബന്ധു അത്ര ചാരുരൂപൻ നിങ്ങൾ മാറി നിൽക്കും എന്നരികിൽ ആരും വേണ്ട നായിമാരിലാണ് നവചരിതമാണ്ട കഥയിൽ എത്ര സുന്ദരമായി നമ്മുടെ പാരമ്പര്യത്തിന്റെ താളങ്ങളെ എടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ ഞാൻ ഒരു അധ്യക്ഷനായി നിന്നുകൊണ്ട് അധിക ഭാഷണം നടത്തുന്നത് ശരിയല്ല. നല്ല അതിൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പ്രമുഖരായ 2 പേർ നമ്മുടെ അരികിൽ തന്നെ വന്നിരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ പഠന വഴികളിൽ നമ്മളൊന്ന് അന്വേഷിച്ചു പോയാൽ ഈ പാട്ടു പാരമ്പര്യം ഇന്നും നമ്മൾ അറിയുന്നുണ്ട്. പഴയ കൃതികളിൽ നിന്ന് നമ്മൾ കിളിപ്പാട്ടിലൂടെയും അല്ലെ അതിനു മുമ്പുള്ള പല പാട്ടുകളിലൂടെയൊക്കെ ഇങ്ങനെ സാഹിത്യം പോവുകയാണ്. രാമകഥ പാട്ടിൽ നമ്മൾ അറിയുന്നുണ്ട് രാമദേവൻ എന്നൊക്കെ പറയുന്ന താളങ്ങൾ ഓരോന്നാണ് അല്ലെ. അങ്ങനെ ശ്രീരാമന്റെ രാമചരിതത്തിൽ നിന്ന് കണ്ണശരാമായണം, രാമകഥപ്പാട്ട് എന്നും വേണ്ട പല മണിപ്രമാണ കാവ്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമ്മളവിടെ താളത്തിന്റെ ഈ പാട്ടിന്റെ ഒരു പെരുമഴ അറിയുന്നു. അതിന്റെ തുടർച്ചയിൽ പുതിയ കാലത്തിന്റെ കവികളെയും നമ്മൾ അറിയാതെ പോകണ്ട. ചിലരൊക്കെ നല്ല സുന്ദരമായിട്ട് നിൽക്കുന്നു ഞാൻ എന്ന് പാടുമ്പോൾ
എഴുതാത്ത പത്മതീർത്ഥങ്ങൾ മുരുകൻ കണ്ടാക്കണം. കൊള്ളാം. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കൈയൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകൽക്കുളത്തിൽ. നമ്മുടെ താളങ്ങളൊക്കെ നിൽക്കുന്നു ഞാൻ എന്ന് പാടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ താളത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോകും. പക്ഷെ ഇതിവിടെയൊന്നും തീരുന്നില്ല. എത്ര താളങ്ങൾ, കോടാനുകോടി താളങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലൂടെ പോയാൽ നമുക്കറിയാൻ പറ്റും. ആ താളങ്ങളൊക്കെ കവിതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അവർ ചേർത്ത് വച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രണ്ട് എഴുത്തുകാരാണ് ഇവിടെയാണ്. അതിലൊന്ന് എനിക്ക് ഏറെ പ്രിയങ്കരനായ വി.കെ. ഹരിനാരായണൻ. അന്തിവിണ്ണിലമ്പിളിക്കല കേൾക്കുമ്പോ തന്നെ നമ്മളൊന്ന് തുള്ളുന്നു. എന്തുകൊണ്ടാണ്? ഈ കുന്നംകുളത്തിനപ്പുറം തക്കേക്കാവിനടുത്തുള്ള കൊച്ചു സുന്ദരമായ ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിന്റെ കരുത്ത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ശ്രീകൃഷ്ണ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ മിടുക്കനായി പഠിച്ചു പോയ ഒരാളാണ്. ഫിസിക്സ് ആണ് പഠിച്ചത്. പക്ഷേ നമ്മുടെ പാട്ടിൽ ഈ താളങ്ങളെയൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് അറിയണം. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും കേൾക്കുക. അദ്ദേഹം പാട്ട് എഴുതുമ്പോൾ ജീവാംശമായി താനെ എന്ന് നമ്മൾ കേട്ടുപോകും. പക്ഷെ ആ പാട്ടൊന്നും കേട്ടു അതിന്റെ ഭാഷയും ആ താളവും സംഗീതം ചെയ്യുന്നവർ കൊടുക്കുന്നതാണ്. പക്ഷെ അതിനനുസരിച്ച് വാക്കുകളെ എടുത്ത് ലയിപ്പിക്കാൻ കഴിയുന്നത് ഉള്ളിൽ നല്ല പദസമ്പത്തും അതുപോലെ തന്നെ ശബ്ദ അർത്ഥ സഹിതമായ ആ കാവ്യ പാരമ്പര്യത്തെ കുറിച്ചുള്ള അവധാനതയാർന്ന അന്വേഷണവുമാണ് ഹരിനാരായണൻ എന്ന പാട്ടെഴുത്തുകാരനെ ഈ പാട്ടു പാരമ്പര്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ രാഹുൽ മാഷ് പ്രത്യേകം കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല 2 തവണ ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ മറ്റു പാട്ടുകൾ നിങ്ങൾ നോക്കുക. എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കുരുവിക്കൊപ്പം നമ്മളും പോകുന്നുണ്ട്. അവിടെ ഒന്നും തീരുന്നില്ല. എത്ര പാട്ടുകൾ. നൂറ്റടപ്പൻ എന്ന കവിതാ സമാഹാരം എല്ലാം നമുക്ക് തരുന്നത് ആ പഴയ ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും പുതിയ ഒരു കരുത്തുറ്റ കണ്ണിയാണ്. പൊട്ടിപ്പോകാത്ത, നന്നായി തന്നെ ഇളക്കി ചേർത്ത് വച്ചിരിക്കുന്ന ഒരു കണ്ണിയാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് മുരുക പുലിമുരുക എന്ന് പുലിമുരുകന്റെ പാട്ടെഴുതുമ്പോഴും പുതിയ താളവട്ടങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും ഒക്കെ ഇതിനെ രണ്ടിനെയും ലയിപ്പിക്കുന്ന ഒരു വാസ്തവികത ഈ പാട്ടെഴുത്തുകാരനുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്ന ശ്രീ വി.കെ. ഹരിനാരായണനെ നമ്മളോട് ഈ നമ്മുടെ പാട്ടു പാരമ്പര്യത്തെ കുറിച്ച്